നമ്മൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ദാ മേലൊക്കെ കഴുകി വന്നു. ഇനി ഒന്ന് വിളക്ക് വെക്കണം. അങ്ങനെ പിന്നെ ശങ്കരിക്കുട്ടി ഉറങ്ങുകയാണ്. ആളൊന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം കിടന്നുറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് കിച്ചണിൽ നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അങ്ങനെ പിന്നെന്താ, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞ് ഇന്നത്തെ വൈകുന്നേരത്തെ ചെറിയ ചെറിയ പോർഷൻസാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ഇതാ മേലൊക്കെ കഴുകി വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് വൃത്തിക്ക് ചീന്തി കെട്ടി വെക്കുകയായിരുന്നു. അപ്പോൾ ചിന്നു ഉണ്ടായിരുന്നു. ചിന്നുവിനോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാനിതാ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയായിരുന്നു. വിളക്കിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് തിരിയൊക്കെ ഇട്ടു. ചന്ദനത്തിരിയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സാധാരണ ഈ സമയത്ത് ശംഖു ഉണ്ടാവലുണ്ട് എൻ്റെ കൂടെ വിളക്ക് കത്തിക്കാൻ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഒരു പോസിറ്റീവ് വൈബാണ് ഈ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നതും ചന്ദനത്തിരിയുടെ ആ സ്മെല്ലും അങ്ങനത്തെയൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ഭസ്മൊക്കെ തൊടുകയാണ്. ഈ ഭസ്മം തൊടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് വെറുതെ എന്നിട്ട് തല്ലൂടി കളിച്ച് അങ്ങനെ കിടന്നിട്ട് ഉച്ചയ്ക്ക് മറ്റാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് കിടന്നുറങ്ങി. ഇവിടെ അതാ ഇപ്പോൾ സമയം നോക്കട്ടെ, സമയം രാത്രി സമയം 7 മണിയായി. ഇവിടെ നല്ല ഇരുട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. ചന്തു ഇതുവരെ വന്നിട്ടില്ല. അവൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. 7:30 കഴിയും വരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു റൗണ്ട് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ചിലപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ ചായ കുടിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൻ മാത്രം കുടിക്കും. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒന്ന് ചെറുതിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പത്തിനും ചന്തു വന്നു കേട്ടോ. ഹലോ ഗായ്സ്. ഒന്നുമില്ല, അങ്ങോട്ട് കടന്നു. കുട്ടീൻ്റെ അടുത്ത് വരുന്ന പോലെ ഉണ്ടല്ലോ ലാപ്ടോപ്പ് നോക്കി പിടിച്ചിട്ട്. അതെ, വിശേഷമൊന്നുമില്ല. ഒരു ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാൻ പ്രത്യേകിച്ച് പതുക്കെ. എന്റെ മോൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എന്റെ മോളുടെ സൗകര്യല്ലേ പോയി ചോദിച്ചു നോക്ക്. അവിടെ അല്ല, റൂമിലാ. അതിനെ ഉണർത്തി കഴിഞ്ഞാണ്ടല്ലോ ഒച്ചയാക്കല്ലേ, ഉമ്മയൊന്നും കൊടുക്കില്ല കേട്ടാ. അതൊക്കെ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുക മാത്രമാണോ? ഇല്ല, ചുമ്മാ ഇന്നത്തെ ഒരു ഡിന്നർ പരിപാടിയൊക്കെ കാണിക്കാൻ വിചാരിച്ചു. അല്ലാതെ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തോണ്ടല്ല കേട്ടോ. കണ്ടോ? അതാണ് ഞങ്ങളുടെ വല്യമ്മ. ആതിരേച്ചി ഒന്ന് പോസ് ചെയ്യ്. ആതിരേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആതിരേച്ചി നല്ല രസമുണ്ട്, നല്ല എന്റർടൈൻമെന്റ്. ചന്ത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ പറഞ്ഞ അതൊക്കെ വീഡിയോ തീർക്കണം. അത് ലക്ഷ്മി ചേച്ചിയുടെ ഫ്രണ്ട് ഇല്ലേ? എന്ന് സാരി എടുത്തു വന്ന പെണ്ണ് അതെപ്പോ? നീ അതിനെ ആദരേച്ചിനെ കണ്ടിട്ടുണ്ടാ? അന്ന് പറയണോ, അന്ന് സാരി എടുത്ത് വന്ന പെണ്ണല്ലേ ഇത്? കണ്ടാ, ആദരേച്ചി വ്ളോഗ് കാണുന്നതാട്ടാ. നീ ഒരു കാട്ടുകോഴിയാന്ന് വിചാരിക്കൂ. ചായ വേണ്ടേ? ചായ, കാപ്പി. അപ്പോൾ ഇതെൻ്റെ അനിയനാണ് സഞ്ജു. ആക്ച്വലി ഇവൻ ചന്തുവിൻ്റെ കസിനാണ്. ഇവൻ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ഞങ്ങളൊരു 1-2 മണിക്കൂർ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടി കൊണ്ടിരിക്കും. സംഭവം അനിയനാണെങ്കിലും ഒരു ഏട്ടത്തി എന്നുള്ള യാതൊരുവിധ ബഹുമാനവും ഈ ചെക്കനില്ല. വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവൻ്റെ സ്വഭാവം. അങ്ങനെ ചായയൊക്കെ വെച്ചു. ഒരാൾ ആ ചായ തിളയ്ക്കുന്നത് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് പുഷ്പ
റിലീസായതിൻ്റെ കളിയാക്കലാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇങ്ങനെ കളിയാക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലോട്ട് വിളിക്കേണ്ട സമയമാണ്. അപ്പം ഞങ്ങളിങ്ങനെ കണ്ണൂർ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് അമ്മ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിപ്പുട്ടൻ വന്നു. അങ്ങനെ ചിപ്പു ഞാനും കൂടി കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ചിപ്പുവിനോട് വീഡിയോയിൽ നോക്കിയിട്ട് ഹലോ പറയാണ്. മാമിയുടെ കുട്ടിയാണത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറേ നേരം അമ്മേനായിട്ട് ഇങ്ങനെ കുറേ നേരം കത്തി വെച്ചു. അത് കഴിഞ്ഞ് അമ്മ തുന്നിയ ബാഗ് ഉണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. ആ ബാഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ചന്തു പറയായിരുന്നു ഇതൊരു ബിസിനസ്സാക്കിയിട്ട് നമുക്ക് തുടങ്ങാമെന്നൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ അടുത്തും കുറേ നേരം സംസാരിച്ചു. അങ്ങനെ വീട്ടിലത്തെ ഓരോ വിശേഷങ്ങളും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, പിന്നെ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ഇവൻ അമ്മേനോട് ചോദിക്കായിരുന്നു അവൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന്. അപ്പോൾ അമ്മ കറക്റ്റായിട്ട് പയറുകഞ്ഞി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിങ്ങനെ പറയായിരുന്നു. ലോകത്ത് ബാക്കി എല്ലാവർക്കും അറിയാം പയറുകഞ്ഞിയാന്ന്. ശരിക്കും അറിയായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയത് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ അമ്മയും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി ന്യൂ ഇയറിന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയായിരുന്നു. ഏതാണ് പാട്ട് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. ഡാൻസ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അമ്മയും മാമിയും ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ എല്ലാ പരിപാടിക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡാൻസും പരിപാടിയൊക്കെ ഇട്ട് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറുത് നീറ്റ്. അവരുടെ ഫേസ് ആണ് ഫോട്ടോ ഇടും. അങ്ങനെ ഉറങ്ങി നീറ്റ ശങ്കുണ്ണീനായിട്ട് ഞാൻ കുറച്ച് നേരം കളിച്ചു കൂട്ടാം. കളിച്ചില്ലെങ്കിൽ പിന്നെ മൂപ്പർക്ക് ദേഷ്യം വരും. ഉറങ്ങി നീറ്റ് കുറച്ച് സമയം മൂപ്പർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ മൂപ്പർക്ക് നല്ല ദേഷ്യം വരും. അപ്പം ഞാനും കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് ചന്തും കുറച്ച് നേരം കളിച്ചപ്പോൾ മൂപ്പർ ഹാപ്പിയായി. പിന്നെ ചന്തു ഈ ചെയ്യുന്ന കാര്യം ചെറുതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ഉപ്പും ചാക്ക് കയറ്റുക എന്നാണ് പറയുക. ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടു നടക്കും. അപ്പോൾ അത് ചെറുതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അവ ഇങ്ങനെ വന്നിരുന്നാൽ തന്നെ മറ്റാൾ വേഗം വന്ന് പുറത്ത് വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, ഇങ്ങനെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉറങ്ങി നീറ്റപ്പോൾ ചെറുതിന് വേഫിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർക്കത് വേണ്ട. അപ്പോൾ ചിന്നുവിനോടും എന്നോടും ഒക്കെ അങ്ങനെ ചോദിക്കുകയാണ് വേണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു. നേരെ ചന്തുവിൻ്റെ അടുത്തേക്ക് പോയി. ചന്തു ആണെങ്കിൽ അതിൻ്റെ പകുതി കടിച്ചും പോയി. പിന്നെ തിരിച്ചു കൊടുത്തപ്പോൾ മൂപ്പരെ മേടിക്കുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ കവറ് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അതിലിനി വേറെ പുതിയതുണ്ടോ നോക്കുകയാണ്. സംഭവം മൂപ്പർക്ക് ആ സാധനം വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒരാൾക്കും കൊടുക്കൂല കേട്ടോ. താഴെ ഇറക്കി വിടും. അച്ഛതാ ടാറ്റ പോന്ന അമ്പാളനെ കൂട്ടാൻ്റെ ടാറ്റ പോകുന്ന അച്ഛൻ. ഞാനുണ്ട് വരെ. നോ നീ പോകുന്നില്ല അച്ഛ. ചെരുപ്പട് പോയിട്ട് ചെരുപ്പട് പോയിട്ട് ചെല്ലു കണ്ട ചെരുപ്പട്. അങ്ങനെ രണ്ടാൾക്കാർ കടയിൽ പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പം ഞാൻ കടയിൽ പോയതിൻ്റെ ശേഷം ഞങ്ങളുടെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അവർ വന്നതിൻ്റെ ശേഷം തന്നെയാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ പുറത്തൊക്കെ പോയതിൻ്റെ സന്തോഷമായിരുന്നു മൂപ്പർക്ക്. അപ്പോൾ അതിങ്ങനെ കാണിക്കുകയായിരുന്നേ. അയ്യോ എവിടെ പോയേ തക്കറു, എവിടെ പോയി തക്കറു? മാമന്മാരെ കണ്ടോ? മാമന്മാരെ കണ്ടോ? ഏത് മാമന്മാരേനെ? അവരെ കണ്ടു.
ദിലീപ് മാമനെ കണ്ടോ നീ? ദിലീപ് മാമനെ കണ്ടോ? മാമൻ ഇങ്ങനെ അപ്പോൾ ഇതിൽ പറയുന്ന ദിലീപ് മാമൻ ചന്തുവിൻ്റെ ഓഫീസിലെ ചന്തുവിൻ്റെ കൊളീഗാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ എപ്പോൾ കണ്ടാലും ഇവളുടെ കാല് പിടിച്ചിങ്ങനെ പാദസരം പിടിച്ചിങ്ങനെ കുലുക്കും. അതാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്യൂസ്ഡേ പിസ്സ ഹട്ടിൽ ഓഫറുണ്ട്, ബൈ 1 ഗെറ്റ് 1 ഫ്രീ. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത 2 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി ചിക്കൻ റഞ്ചും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ഡൈനാമിക് ചിക്കൻ. ഇങ്ങനെയുള്ള 2 ഡിഫറെൻറ്റ് പിസ്സാസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കടവല്ലൂരിൽ നിന്ന് അച്ഛനും അമ്മയും ഉണ്ണീസും ഒക്കെ ഗ്രൂപ്പ് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു. അവരാണെങ്കിൽ ചെറുതിനെ കാണാൻ വേണ്ടി മാത്രം വിളിക്കുന്ന പോലെ കേട്ടോ, നമ്മളതിനൊന്നും ഒരു മൈൻഡും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ പിസ്സ എല്ലാം എടുത്തിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ സോസും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ടൊമാറ്റോ സോസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സോസും എല്ലാം ഒഴിച്ചിട്ട് പിസ്സ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു. സംഭവം ഏത് പിസ്സയാണ് ആദ്യം കഴിച്ചതെന്നൊന്നും അറിയില്ല, പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. കഴിച്ചു നോക്കിയപ്പോൾ നല്ലതായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നേ പിസ്സ വാങ്ങിയപ്പോൾ 2 വട്ടം വാങ്ങിയപ്പോഴും ഫ്ലോപ്പായിരുന്നു, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ ചന്തും വന്നു, ഞങ്ങൾ 2 കൂടെ പിസ്സ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമായിട്ടോ. നല്ല ഒരു ക്വാണ്ടിറ്റി ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവറും ആയിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയ 2 ടൈപ്പ് പിസ്സയും നല്ല തന്നെയായിരുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകരാജ്യം എന്ന് പറഞ്ഞ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ദ്രൻസൊക്കെ അഭിനയിച്ച ഒരു ഫിലിമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശംഖുവിന് 1-2 പീസ് പിസ്സ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശംഖുവിന് ശരിക്കും പഴം അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറുന്ന വരെ ഞങ്ങളുടെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിസ്സ നമ്മൾ 2-3 പീസ് കൊടുത്തത്. അപ്പോൾ അതും കഴിച്ച് നമ്മുടെ കൂടെ ഇരുന്നിട്ട് കനകരാജ്യം സിനിമ കാണായിരുന്നു മൂപ്പരും. അപ്പോൾ അവളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഓരോ മിമിക്രി പരിപാടികളാണിത്. ഓരോരോ ഒച്ച ഉണ്ടാക്കിയിട്ട് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ഞാൻ ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞത് അച്ഛനും മോളും കൂടെ കുളിച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ കുളിച്ചിട്ടില്ല, മോളേനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് രാത്രി. ഇനി രാത്രി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഉറക്കാനുള്ള പരിപാടി നോക്കാനാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പാളുവിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. അമ്പാളും അച്ഛനും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡിയാണ്. രാത്രിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ക്രീമും കാര്യങ്ങളൊക്കെ പുരട്ടി റെഡിയാക്കുന്ന പരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അച്ഛനും മോളും കൂടിയിട്ട് ഒരു യുദ്ധം തന്നെ നടത്തുന്നുണ്ട്. പാൻറ് ഇടാൻ വരുമ്പോൾ ഓളോളുടെ ഇഷ്ടത്തിന് ഇറങ്ങി ഓടും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിട്ട് അച്ഛനും മോളും കൂടിയിട്ട് അവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്യാനും തോന്നുന്നില്ല, ഇവരുടെ 2 പേരുടെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട്. അതുകൊണ്ട് ഇത് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും ഇതിൽ ക്ലിയർ ആവാത്തത്. ഇങ്ങനെ സ്പീഡ് നമ്മൾ കൂട്ടിയിട്ടുകൊണ്ട് ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഈ പോർഷൻസ് ഒന്നും കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല. അതാണ് ഞാൻ പിന്നെ സ്പീഡ് കൂട്ടിയിട്ടാണ് അതിന് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് ഈ ഭാഗങ്ങളൊക്കെ. അങ്ങനെ ഇതാ ഫൈനലി അമ്പാളും റെഡി ആയിട്ടിരിക്കുന്നു. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമയുടെ ബാക്കി കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ തല മസാജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നതാണ്. അപ്പോൾ അത് കണ്ട് അസൂയ മൂത്തിട്ട് ഒരാൾ വന്ന് മടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ 2 എപ്പോൾ അടുത്തിരുന്നാലും അപ്പോൾ ഒരാളും കൂടെ വന്ന് ഞങ്ങളുടെ നടുക്ക് കയറിയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവന് ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അസൂയ മൂത്തിട്ട് എനിക്ക് ഉമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മൂപ്പർ ഇപ്പോൾ പുതിയൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനത് ചന്തുവിനും കൂടെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമായിരുന്നു. എവിടുന്നാണ് പഠിച്ചതെന്ന് അറിയില്ല, മിക്കവാറും ഉള്ള അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെയായിരിക്കും ആ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഞാൻ അച്ഛനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞോട് കൂടിയിട്ട് ചാടി നീറ്റ് മൂപ്പരത് കാണിക്കാൻ നടക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണേ. മറ്റാൾ പോയിട്ട് ക്രീമെല്ലാം എടുത്തു വന്ന് ചിന്നൂന് ക്രീം ഇട്ട് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് ചിന്നൂനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ സിനിമ കാണുമ്പോൾ അവൾക്ക് ബോറടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഓരോന്ന് പിടിച്ചും വലിച്ചിട്ടൊക്കെ നടക്കുമായിരുന്നു.
അത് കഴിഞ്ഞ് വരുന്ന കാഴ്ച പറഞ്ഞാൽ 2 അഭിനേതാക്കളുടെ കാഴ്ചയാണ്. ഉറങ്ങിയിട്ടൊന്നുമില്ല, വെറുതെ അഭിനയിച്ച് കിടക്കുക രണ്ടും കൂടിയിട്ട്. ഓസ്കാർ അഭിനയം സംഭവം. മൂപ്പരിപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങി നീറ്റുകൊണ്ട് അതിനാണെങ്കിൽ ശരിക്കും ഉറക്കവും വരുന്നില്ല. എന്നാൽ മൂപ്പരുടേതായിട്ടുള്ള സാധനങ്ങളൊന്നും ടി വിയിൽ കാണാനുമില്ല. ഫുള്ള് പാട്ടും കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ബോറടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് നടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ചന്തുവിൻ്റെ അടുത്ത് കാണിക്കുകയും ചന്തുവിൻ്റെ അടുത്ത് പോവോ അല്ലെങ്കിൽ ചന്തു എവിടെയെന്ന് ചോദിക്കുമ്പോൾ പോയി നോക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്താ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചു കിടക്കാനുള്ള എല്ലാം റെഡിയാക്കുമായിരുന്നു. കുറച്ച് നേരം അതിനായിട്ടിരുന്ന് കളിക്കുകയായിരുന്നേ. അങ്ങനെ അമ്പാളും അച്ഛനും കൂടിയിട്ട് വേസ്റ്റ് കളയാൻ പോവാണ്. നമ്മുടെ അവിടെ ഇങ്ങനെ കേട്ടോ വേസ്റ്റ് കളയാം. നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു കവറിൽ കിട്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റിൻ്റെ റൂമിൻ്റെ പുറത്ത് സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കും. രാത്രി ഇതിൻ്റെ കെയർ ടേക്കർ വന്നിട്ട് വേസ്റ്റ് എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഒരു ഈവനിങ് സ്നേഹപ്രകടനാണ്. അതെ, കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കും ചെയ്യും. ഇപ്പൊ സമയം ഇവിടുത്തെ എത്ര മണിയാ? 12:15. ഇന്ന് നമ്മൾ വളരെ നേരത്തെയാണ് കേട്ടോ. സാധാരണ ഒരു 2 മണി 2:30 അതൊക്കെയാണ് നമ്മുടെ പതിവ്. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു ഈവനിങ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഗുഡ് നൈറ്റ് പറയൂ എല്ലാവരോടും. ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റ പറയൂ. ഗുഡ് നൈറ്റ് പറയൂ. മുടിയല്ല, ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ് ഒന്നുമില്ല, കാരണം ആൾക്ക് ഗുഡ് നൈറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. സോ വേറെ ഒന്നുമില്ലല്ലോ. ഗുഡ് നൈറ്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്. ബൈ. അങ്ങനെ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ തീർന്നു എന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ വീഡിയോ തീർന്നിട്ടില്ല. കാരണം ചിന്നു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു പോയി. പക്ഷേ മൂപ്പർക്ക് ഉറക്കത്തിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കളിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ ചന്തും ചെറുതും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ എൻ്റെ ഈ കാലും പിടിച്ച് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് അസൂയ മൂത്തിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ അസൂയ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കാലിൽ ഇങ്ങനെ ഉമ്മ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റാളും ഉമ്മ തരും. അങ്ങനെ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായി. അപ്പം അതുകൊണ്ട് കൂടുതൽ അസൂയ മൂത്തിട്ട് ചെറുത് എണീറ്റിട്ട് എനിക്ക് ഉമ്മ തരാൻ വേണ്ടി വരികയായിരുന്നു. ഉമ്മ തന്ന് അവസാനം അത് ഒരു കടിയിലെത്തി നിന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ തല്ലായി. ഒന്നും കൂടെ. താങ്ക് യു. അങ്ങനെ എന്നെ ഉപദ്രവിച്ചതിന് ശേഷമുള്ള അവളുടെ ഇരുത്താണ് കാണുന്നത്. ആ ദുഷ്ടമുഖത്തോട് കൂടിയിട്ടുള്ള ഇരുത്തം. ഇടയിൽ പുഷ്പേൻ്റെ ഒരു ചെറിയ ആക്ഷൻസും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാ വരാണ്ടിരിക്കുക, അമ്മ ഒരു അല്ലു അർജുൻ ഫാനല്ലേ. അങ്ങനെ എന്നെ മാത്രം ഉപദ്രവിച്ചാൽ പോരല്ലോ. അപ്പം ഞാൻ അച്ഛനെയും കൂടെ പോയി ഉപദ്രവിക്കുക, ചന്തുവിനെ പോയി അടിക്കുക കടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഉന്തി വിടുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു കളി ഒരു 2-2:30 വരെ ഈ കളി ഇങ്ങനെ നീണ്ടു. പിന്നെ അവസാനം ഞങ്ങൾ ക്ഷീണിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു സൈഡിൽ കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ മറ്റാളും അങ്ങനെ കിടന്നു ഉറങ്ങിട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.